വെൽക്കം ബാക്ക് ടു കാർ ഡാർവിൻ. ഇത്രയും നാളും കൊണ്ട് മഹേന്ദ്രയുടെ BE6ഉം XUV9 ഉണ്ടാക്കിയ ആ ഒരു പേര് ഒറ്റ ദിവസം കൊണ്ട് ടാറ്റ ഇല്ലാണ്ടാക്കിയൊക്കെയാണ്. ടാറ്റയുടെ ഏറ്റവും പുതിയ ഹാരിയർ EV വന്നതോടെ ആ ഒരു BE6ഉം XUV9ഒക്കെ പഴങ്കഥയെന്ന് പറയാം. അത്രക്കേറെ ഹൈപ്പായിട്ടാണ് ആ ഒരു വണ്ടി വന്നേക്കുന്നത്. അതിൻ്റെ ഇപ്പോൾ ആട് നോക്കിയാൽ തന്നെ നമ്മുടെ ലാൻഡ് റോവറിൻ്റെ സ്റ്റൈലിലാണ് ടാറ്റ അതിൻ്റെ ആട് കൊണ്ടുവന്നേക്കുന്നത്. ലാൻഡ് റോവർ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പുതിയ വണ്ടി ഇടിക്കുകയാണെങ്കിൽ അതുകൊണ്ട് അവരെന്തെങ്കിലും സ്റ്റണ്ട് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ഗിന്നസ് റെക്കോർഡൊക്കെ ഇടാൻ നോക്കും. അങ്ങനെ ഒരു സംഭവമായിട്ടാണ് ടാറ്റ വന്നേക്കുന്നത്. ആനപ്പാറ കയറിയിരിക്കുകയാണ് ആ ഒരു ഹാരിയർ EV കൊണ്ട്. അവർ വളരെ ടഫായിട്ടുള്ള ആ ഒരു മല അവർ കയറിയിരിക്കുകയാണ്. അങ്ങനെ ഇപ്പം ഇന്ത്യ മുഴുവൻ ചർച്ചാ വിഷയമായിരിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് ഹാരിയർ EV ആണ്. വണ്ടിക്ക് നല്ലൊരു ഹൈപ്പ് കിട്ടുന്നുണ്ട്. ഹൈപ്പ് മാത്രമല്ല, വണ്ടിയുടെ ഫീച്ചേഴ്സും പവറും കാര്യങ്ങളെല്ലാം ആ ഒരു ലെവലാണ്. ഇപ്പോൾ വണ്ടിയുടെ ലുക്ക് നോക്കിയാൽ നമ്മുടെ നോർമൽ ഹാരിയർ എങ്ങനെ ഇരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഈ വണ്ടി ഇരിക്കുന്നത്. എന്നാൽ EV ആയതുകൊണ്ട് തന്നെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ പുതിയൊരു കണക്റ്റഡ് DRL വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബമ്പറും ഗ്രില്ലിൻ്റെ അവിടെയൊക്കെ ഡിസൈനിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ സൈഡിൽ നോക്കുകയാണെങ്കിൽ EV ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ കാണാം. പുതിയൊരു 5 സ്പോക്ക് അലോയ് വീലാണ് അവർ ഈ വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. റിയറിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഡീസൽ എഞ്ചിനുള്ള വണ്ടിയും ഈ ഒരു ഇലക്ട്രിക് വണ്ടിയും ഏതാണ്ട് സെയിം തന്നെയാണ്. വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. ഇന്ത്യയിൽ നോക്കിയാൽ നമ്മുടെ നോർമൽ ഹാരിയർ എങ്ങനെ ഇരിക്കുന്നത് അതേപോലെ അതിന് സിമിലറാണ് ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്നത്. ചില കളേഴ്സിലും അതേപോലെ ചില മെറ്റീരിയൽസിലൊക്കെ മാറ്റം വേണ്ടുള്ളൂ. ഇപ്പോൾ കൂടുതൽ സോഫ്റ്റ് ടച്ച് മെറ്റീരിയലും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വേണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ സ്ക്രീൻ നോക്കുകയാണെങ്കിൽ പുതിയൊരു 14.5 ഇഞ്ചിൻ്റെ സ്ക്രീനാണ്. 10.25 ഇഞ്ചിൻ്റെ ഡ്രൈവേഴ്സ് ഡിസ്പ്ലേയും കാറിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ആ ഒരു ഡിസൈനൊക്കെ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് നമ്മുടെ പഴയ ഹാരിയർ എങ്ങനെ ഇരുന്നത് അതേപോലെ തന്നെയാണ് ഇൻറ്റീരിയേഴ്സും വന്നേക്കുന്നത്. പക്ഷേ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഫീച്ചേഴ്സിൻ്റെ ഒരു കൂമ്പാരമാണ് ഈ ഒരു വണ്ടിയിൽ വന്നേക്കുന്നത്. ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ AC വന്നിട്ടുണ്ട്, ആംബിയൻ ലൈറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് സീറ്റ് നോക്കുകയാണെങ്കിൽ വെന്റിലേറ്ററുമാണ്, അതേപോലെ തന്നെ പവേർഡുമാണ്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോയും ആപ്പിൾ കാർപ്ലേയൊക്കെ വന്നിട്ടുണ്ട്. ഒരു 10 സ്പീക്കറിൻ്റെ JBL സൗണ്ട് സിസ്റ്റമാണ് ഈ ഒരു വണ്ടിയിൽ അവർ കൊടുത്തേക്കുന്നത്. വണ്ടിക്ക് ഡിജിറ്റൽ കീ വരുന്നുണ്ട്, ബോസ് മോഡ് വരുന്നുണ്ട്, പിന്നെ കണക്റ്റഡ് കാർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ കീ യൂസ് ചെയ്ത് നമുക്ക് വണ്ടീൻ്റെ ഫ്രണ്ടിലേക്കും റിയറിലേക്കും മൂവ് ചെയ്യാവുന്നതാണ്. സൺറൂഫ് വരുന്നുണ്ട്. അങ്ങനെ കൊള്ളിക്കാൻ പറ്റുന്ന എല്ലാ ഫീച്ചേഴ്സും അവർ ഈ ഒരു വണ്ടിയിൽ കൊള്ളിച്ചിട്ടുണ്ട്. ഇനി സേഫ്റ്റിയുടെ കാര്യം നോക്കുകയാണെങ്കിലും ടാറ്റയാണ്, അതുകൊണ്ട് സേഫ്റ്റിക്കൊന്നും ഒരു കുറവും കാണത്തില്ല. 7 എയർ ബാഗാണ് വണ്ടിയിൽ വന്നേക്കുന്നത്. ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ വരുന്നുണ്ട്, ABS വിത്ത് EBD വരുന്നുണ്ട്, ടയർ പ്രഷറിംഗ് മോട്ടറിംഗ് സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലും റിയറിലും പാർക്കിംഗ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കുകളാണ് കൊടുത്തേക്കുന്നത്. ഓട്ടോ ഹോൾഡ്, ഓട്ടോ പാർക്ക്, പിന്നെ ഹിൽ അസിസ്റ്റ് സിസ്റ്റം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 360 ഡിഗ്രി ക്യാമറയാണ് വണ്ടിയിൽ വരുന്നത്. ലെവൽ 2 അഡാസും വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് മോഡുണ്ട്. അത് നമുക്ക് 540 ഡിഗ്രി വ്യൂ കിട്ടും. അതായത് വണ്ടി ഒന്നുമില്ല, വണ്ടിയുടെ ചുറ്റിനുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ഒരു സ്ക്രീനിൽ വണ്ടി ഇല്ലെങ്കിൽ എങ്ങനെ കാണുന്നത് അതേപോലെ കാണാൻ കഴിയും. ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു പവർ തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യക്കാരുണ്ടാക്കുന്ന ഒരു EVയിൽ ഏറ്റവും കൂടുതൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന വണ്ടി ഇതാണെന്ന് പറയാൻ പറ്റും. 2 ബാറ്ററി പാക്കുകളാണ് വണ്ടിയിലുള്ളത്. ഒരു 65 kWh 75 kWh. റിയർ വീൽ ഡ്രൈവുള്ള വേർഷന് ഏകദേശം 238 PS ആണ് പവർ വരുന്നത്. റിയറിലാണ് അതിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ വരുന്നത്. എന്നാൽ ഇതിനൊരു ഓൾ വീൽ ഡ്രൈവുള്ള വേർഷൻ ഉണ്ട്. അതിൽ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ 158 PS ഉള്ളൊരു മോട്ടറും റിയറിൽ 238 PS ഉള്ളൊരു മോട്ടറും രണ്ടും കൂടി ചേർന്ന് ഏകദേശം 400 HP അടുത്താണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ 504 Nm ഈ ഒരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ആ ഒരു സൂപ്പർ കാർ ലെവൽ അല്ലെങ്കിൽ വലിയ നമ്മുടെ വില കൂടി കോടികൾ വില കൊടുക്കുന്ന SUV അത്രയും ടോർക്കാണ് ഈ ഒരു വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ബൂസ്റ്റ് മോഡുണ്ട്. അത് ആക്റ്റീവ് ചെയ്യണമെങ്കിൽ ഏകദേശം 540 Nm ടോർക്കോളം കുറച്ച് സമയത്തേക്ക് വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. വണ്ടിക്ക് ഒരു മൾട്ടി ലിങ്ക് സസ്പെൻഷനാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഓഫ് റോഡൊക്കെ ഇപ്പോൾ അടിപൊളിയായിരിക്കും. പിന്നെ ഇത്രയും ടോർക്കുള്ളതുകൊണ്ട് തന്നെ 6.3 സെക്കൻഡിൽ ഈ വണ്ടി 0 to 100 കയറും. ഒരു ഇന്ത്യൻ കമ്പനി നിർമ്മിച്ച ഒരു ഇന്ത്യൻ വണ്ടിയാണ് 6.3 സെക്കൻഡിൽ 0 to 100 അച്ചീവ് ചെയ്യാമെന്ന് ഓർക്കണം. പിന്നെ നോക്കുകയാണെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യും. 120 kW ഫാസ്റ്റ് ചാർജിങ് വണ്ടി സപ്പോർട്ട് ചെയ്യുന്നതാണ്. 20% നിന്ന് 80% എത്താനായിട്ട് വെറും 25 മിനിറ്റ് മാത്രം സമയം മതി. അതേപോലെ തന്നെ 250 km റേഞ്ച് കിട്ടാനായിട്ട് 15 മിനിറ്റ് മാത്രം നമ്മൾ ചാർജ് ചെയ്താൽ മതി. ഇതിൻ്റെ റേഞ്ച് പറയുന്നത് ഏകദേശം 627 കിലോമീറ്ററുകളാണ്. പിന്നെ വണ്ടിയിൽ ഓഫ് റോഡ് മോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ പണ്ട് ലാൻഡ് റോവറിൽ കണ്ടേക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തേക്കുന്നത്. സാൻഡ് മോഡ്, മഡ് മോഡ്, ക്രോൾ മോഡ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഞെട്ടിച്ച ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം നോക്കുകയാണെങ്കിൽ വെറും 21.5 ലക്ഷം രൂപയ്ക്കാണ് ഇതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇങ്ങനൊരു പ്രൈസിനാണ് ഇത്രയും ഫീച്ചേഴ്സുള്ള ഇത്രയും പവറുള്ള വണ്ടി ടാറ്റ കൊടുക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാൻ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം.